ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് ഫുഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഡോണറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈസ്റ്റ് ഇപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ആ ഈസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചേർത്ത് നോക്കാം. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കേണ്ടി വന്നു. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് 2 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിന് നമ്മൾ ഡോണറ്റിന് ആവശ്യമായ സൈസിൽ ചെറിയൊരു ഉരുളയാക്കി എടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വെച്ചെടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഉരുള അതിന് വെച്ച് നമ്മുടെ ഡോണറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ലിഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഉരുളകളും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഓയിൽ ഉപയോഗിച്ച് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഡോണറ്റ് പതുക്കെ ഇട്ട് കൊടുക്കാം. എപ്പോഴും നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇതേപോലെ മുഴുവൻ ഡോണറ്റും പൊരിച്ചെടുക്കാം. നമ്മുടെ ഡോണറ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് ചെയ്താണ് മെൽറ്റ് ആക്കുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ്കിൾസോ സിൽവർ ബോൾസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. മറ്റൊന്നിൻ്റെ മുകളിൽ ഞാൻ പൗഡേർഡ് ഷുഗറും സിനമൺ പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങളുടെ ഡോണറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ഡോണറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക.